പേജ് നമ്പർ 5 എക്സസൈസ് 1.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പെയർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഗീവ്സ് 8. Second one, write a negative integer and positive integer whose sum is -5. Write a negative integer and a positive integer whose difference is -3. ചെയ്ത് നോക്കാം. Pair of negative integers whose difference gives 8. അപ്പം -2 നെഗറ്റീവ് നമ്പറാണ്, -10 എന്നുള്ളൊരു നെഗറ്റീവ് നമ്പറാണ്. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക? 2 മൈനസ് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു മൈനസ് ഇങ്ങോട്ട് വീണു എന്ന് വിചാരിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 10. ഒരു പ്ലസ്സും മൈനസും വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സബ്ട്രാക്ട്, ദെൻ പുട്ട് ദ സിമ്പിൾ ഓഫ് ലാർജസ്റ്റ് നമ്പർ. അതായത് 10 - 2 8 വരും. സോ +8. പോസിറ്റീവിന് പോസിറ്റീവ് ഇടണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് 8 എന്ന് കൊടുത്താലും മതി. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ, റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് സം ഈസ് 5. അങ്ങനെ വരുന്നത് ഏതാണ്? ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് നമ്പറും എടുക്കണം, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ -5. അപ്പം -6 + 1 കൊടുത്താലാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -5. ഒരു വലിയ നമ്പർ എടുത്താലോ, ഒരു -10 + 5 എടുത്താലും എന്താണെന്ന് ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആഡ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പേഴ്സസ് ചൂസ് ചെയ്യാം കേട്ടോ. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3 വരണം. അപ്പോൾ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പം ഒരു -1 നെഗറ്റീവ് നമ്പറായി, ഒരു +4 എടുത്താൽ ഡിഫറൻസ് മൈനസ് വരില്ല. അപ്പം ഹൂസ് ഡിഫറൻസ് ഇല്ല. അപ്പം -1 -1ഉം 2 എടുത്താലോ, ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ -1 -+2. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ ആഡ് ചെയ്തിട്ട് -സൈൻ കൊടുത്താൽ മതിയോ. ഓക്കെ. The third question, in a quiz, team A scored -40 10 0 and the team B scored 10 0 -40 in 3 successive rounds. Which team scored more? Can we say that we can add integers in any order? ഇവിടെ ടീം എ സക്സസീവ് റൗണ്ടുകളിൽ നേടിയത് -40, അടുത്തത് രണ്ടാമത്തെ റൗണ്ടിൽ 10, മൂന്നാമത്തെ റൗണ്ടിൽ 0 നേടി. ടീം ബി ആണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ 10 നേടി, സെക്കൻഡ് റൗണ്ടിൽ 0 നേടി, തേർഡ് റൗണ്ടിൽ -40 നേടി. അപ്പം -40 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് -30 + 0 ചെയ്ത ഐഡൻറ്റിറ്റി ആണല്ലോ, ആൻസർ ഈസ് 30 തന്നെ വരും. 10 + 0 10 വരും. 10 - 40 എന്ന് വെച്ചാൽ -30. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ? സ്കോർസ് ഓഫ് ബോത്ത് ദ ടീംസ് ആർ സെയിം അല്ലേ? രണ്ട് ടീമിൻ്റെയും ആൻസേഴ്സ് സെയിം ആണ്. അതിന് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ വി സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻറ്റിജേഴ്സ് ഇൻ എനി ഓർഡർ? ഇൻറ്റിജേഴ്സ് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം നമ്പർ തന്നെ കിട്ടില്ല. ഇപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുന്നതും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് -40 ആഡ് ചെയ്യുന്നതും എന്താണ് ആൻസർ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റും. എസ് എന്ന് നമുക്ക് രണ്ടാമത്തെ ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷൻ നടത്താം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതൊന്ന് നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാമേ. -5 - 8 ഈസ് ഈക്വൽ ടു -8. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ -8 -5 കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ രണ്ട് ഇൻറ്റിജേഴ്സ് തിരിച്ച് മറിച്ചു വിട്ടാൽ അതേ ആൻസർ തന്നെ കിട്ടും എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇൻ അഡീഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഇൻറ്റിജേഴ്സിൽ. ദെൻ -53 പ്ലസ് എന്ത് ചെയ്താലാണ് -53? അതായത് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമുക്ക് എഴുതേണ്ടത്, ദാറ്റ് ഈസ് 0. ഇനി 17 പ്ലസ് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നത് അഡിക്റ്റീവ് ഇൻവേഴ്സ് കൊടുക്കണം. അതായത് +7 ആണെങ്കിൽ നമ്മൾ -17 കൊടുത്താലേ +17ൻ്റെ കൂടെ -17 ആഡ് ചെയ്താലേ 0 വരുള്ളൂ. ദെൻ ഹിയർ ഈസ് ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ 13 + -12 പ്ലസ് ഇവിടെ -12 + -7 ഉണ്ട്. അപ്പോൾ സോ ഇവിടെ ആൻസർ -7 കൊടുത്താൽ മതിയോ.
ഇവിടെ -4 + 15 അഡീഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സോ -4 + 15 + -3 എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ.